ഹലോ ഗൈസ്, അനഘയും വിവേകും എന്നേക്കുമായി പിരിയുന്ന നിമിഷങ്ങളോ? അതേ കൂട്ടുകാരെ, നമ്മുടെ വിവേക് അഭിയുടെ വീട്ടിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ അച്ചു കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ആദ്യം തന്നെ അഭി പറയുന്നുണ്ട്, ഇല്ല വിവേക് എത്രയും പെട്ടെന്ന് നീ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണം, എനിക്ക് നീ ഇനി ആരുമല്ല, നിന്നെ ഒരു കൂടപ്പിറപ്പിനെ പോലെയാണ് കണ്ടിരുന്നത്, പക്ഷെ നീ എന്നോട് ചെയ്തത് ഭയങ്കര വലിയ ചതിയാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അഭി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നൊക്കെ ഉണ്ട്. അപ്പൊ വിവേക് ശരിക്കും പറഞ്ഞ സോറിയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ അച്ചു കയറി വന്നിട്ട് കുറെ വലിയ വലിയ ഡയലോഗ് കടിക്കുന്നുണ്ട്. അത് ശരിക്കും ആർക്കും താങ്ങാൻ പറ്റാത്തൊരു ഇത് തന്നെയാണ്. അച്ഛൻ്റെ അമ്മയുടെയും വാത്സല്യവും സ്നേഹവും ഒന്നും കിട്ടാത്ത വിവേകേട്ടൻ അതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, ഞങ്ങളുടെ സങ്കടമൊന്നും മനസ്സിലാവത്തില്ല എന്ന് നമ്മുടെ അച്ചു പറയുന്നുണ്ട്. വിവേകിന് അറിയാം അല്ലെ, ഇത്രയും നാളായിട്ട് അവർ അച്ഛൻ്റെ അമ്മയുടെയും സ്നേഹം കിട്ടാത്തതിന്റെ ആ ഒരു സങ്കടം നമ്മുടെ വിവേകിന്റെ ഉള്ളിൽ എത്രത്തോളം ഉണ്ടെന്ന് വിവേകിന് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. അതിന്റെ ഇടയിൽ ഇങ്ങനെ കുറെ കുത്തുവാക്കുകൾ കേൾക്കുമ്പോൾ നമ്മുടെ വിവേകിന് അത് എത്രത്തോളം ഭാരമാകും നെഞ്ചിലല്ലേ. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ അനഘയ്ക്ക് ഒട്ടും സഹിക്കുന്നില്ല കേട്ടോ. അനഘ നമ്മുടെ അച്ഛനോട് പറയുന്നുണ്ട്, നിന്റെ സങ്കടം എനിക്ക് മനസ്സിലാവും, പക്ഷെ വിവേകിന് ഇങ്ങനെ വ്യക്തിപരമായിട്ട് നീ ആക്ഷേപിക്കുന്ന പോലെ സംസാരിച്ചാൽ അതെനിക്ക് സഹിക്കില്ല എന്ന് നമ്മുടെ അനഘ പറയുന്നുണ്ട്. അമൃതയും പറയുന്നുണ്ട്, അച്ചു നീ ഒന്നും മിണ്ടാതിരിക്കും, നീ എന്തൊക്കെയാ ഈ വിളിച്ചു പറയുന്നേ എന്ന് നമ്മുടെ അമൃതയും പറയുന്നുണ്ട്. അഭിയാണെങ്കിൽ ഇതൊക്കെ ആര് പറഞ്ഞിട്ട് കേട്ടിട്ട് നമ്മുടെ അച്ചുവിനെ ആശ്വസിപ്പിക്കുക അല്ലാതെ അച്ചുവിനെതിരായിട്ട് ഒരു വാക്ക് പോലും മിണ്ടുന്നില്ല. അച്ചു ചെയ്തതാണ് ശരി, അച്ചുവിന് വേണ്ടി നീ ഇവിടെ നിന്ന് ഇറങ്ങി എന്നാണ് നമ്മുടെ അഭി അപ്പോഴും പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ വിവേക് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടേ. അപ്പൊ അനഘ പറയുന്നുണ്ട്, വിവേക് എന്നൊന്ന് ഒരു വിളി വിളിച്ചാൽ മതി, ഞാനപ്പം തന്നെ വന്നേക്കാം എന്ന് പറയുമ്പോൾ നമ്മുടെ വിവേക് ഒന്നും പറയാതെ ഇങ്ങനെ അനഘയുടെ കൈയൊക്കെ തട്ടിത്തെറിപ്പിച്ചിട്ട് എങ്ങാണ്ട് ദേഷ്യത്തിൽ പോകുക കേട്ടോ. അപ്പൊ നമ്മുടെ അനഘ അച്ഛൻ്റെ ചന്ദ്രസേനന്റെ അവിടെ പോയി പൊട്ടിക്കരയുന്നുണ്ട്, അച്ഛാ ആരുടെ മരണത്തെ സംബന്ധിച്ചായാലും ശരി, വിവേകിന്റെ മനസ്സിനെ നോവിക്കുന്ന ഒന്നും നടക്കുന്നത് എനിക്ക് സഹിക്കില്ല, എനിക്ക് എന്റെ വിവേകിനെ നഷ്ടപ്പെടുകയാണോ അച്ഛാന്നും പറഞ്ഞ് നമ്മുടെ അനഘ അവിടെ പൊട്ടിക്കരയുന്നു. അഭിയാണെങ്കിൽ നമ്മുടെ അച്ഛനെ ചേർത്ത് പിടിച്ച് കരയുന്നു. അമൃതയാണ് ഇപ്പൊ ആകെപ്പാടെ ധർമ്മസങ്കടത്തില്. അമൃത ആരോടൊപ്പം നിൽക്കും, അഭിയോടൊപ്പം നിൽക്കുമോ അല്ലെങ്കിൽ അനഘയ്ക്കൊപ്പം നിൽക്കുമോ എന്നതാണ് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് ഇരിക്കുന്നത് കേട്ടോ. എന്തായാലും കാത്തിരുന്നതിനെ കാണുമ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ഗുഡ് ബൈ.